വീഡിയോ ഖത്തർ നാഷണൽ മ്യൂസിയം പോയതാണ്. അപ്പോൾ ഇത് കുറച്ച് ദിവസം മുമ്പ് പോയതാണ്, 10-15 ദിവസങ്ങൾക്ക് മുമ്പ് പോയതാണ്. അപ്പോൾ മെട്രോ വഴിയാണ് ഞങ്ങൾ പോയത്. മെട്രോന്ന് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് മെട്രോ വന്നപ്പോൾ അതിൽ കയറി ഞങ്ങളവിടെ എത്തി. ഞങ്ങളവിടെ എത്തിയത് ഒരു ഉച്ചക്കൊരു 2 മണി 2:30 സമയത്താണ്. നല്ല വെയിലുണ്ടായിരുന്നു. അപ്പോൾ ഇതാ ഒരു ഫ്ലൈറ്റൊക്കെ ഇങ്ങനെ പോണ കണ്ടു. കുഴപ്പമില്ലാത്തൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ പറ്റിയിരുന്നു. പക്ഷേ വെയിലിൻ്റെ അത് നമ്മളിങ്ങനെ കുറച്ച് ടയർഡാക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഈ ബിൽഡിങ്ങിൻ്റെ സ്ട്രക്ചർ ഒരു ഫ്ലവറിൻ്റെ ആണെന്ന് പറയുന്നുണ്ട്. ഡിസേർട്ട് റോസ് എന്ന് പറഞ്ഞ് പിന്നെ മരുഭൂമിയിൽ കണ്ടുവരുന്നൊരു ഫ്ലവറിൻ്റെ സ്ട്രക്ചറിലാണ് ഈ ബിൽഡിങ് ഉണ്ടാക്കിയെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ പുറത്തുകൂടെയൊക്കെ ഇങ്ങനെ കുറച്ചുകൂടെ നടന്നു. അതിൻ്റെ ബാക്ക് ഭാഗമാണ് ഇത്. ഇവിടുന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് ഇവിടുത്തെ ഓരോ ബിൽഡിങ്ങും കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അതിൻ്റെ മുമ്പിലൊക്കെ നിന്ന് ഫോട്ടോ എടുക്കുന്നത് അടിപൊളിയായിരുന്നു. പിന്നെ ഈ നല്ല വെളിച്ചമായിരുന്നു കേട്ടോ. ഇവിടെ ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയ നല്ലൊരു വെളിച്ചവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ ഈ ബിൽഡിങ്ങിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് കയറി നോക്കി. പുറമേ നിന്ന് കാണുന്ന പോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ കാണാൻ നല്ല ഭംഗിയായിരുന്നു. ഇതിൻ്റെ എല്ലാ ഭാഗവും ഓരോ പാർട്ടും നന്നായി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അവിടെ നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ അവരെന്തൊക്കെയോ ട്രഡീഷണലായിട്ടുള്ള എന്തൊക്കെയോ നിലനിർത്തുന്ന പോലെയൊക്കെ തോന്നി ബിൽഡിങ്ങിൻ്റെ ഉള്ളിലൊക്കെ, അതിൻ്റെ ഓരോ സ്ട്രക്ചർ കാര്യങ്ങളൊക്കെ. പിന്നെ ഞങ്ങൾ മുകൾ ഭാഗത്തേക്കാണ് പോയത്. മുകൾ ഭാഗം താഴത്തെ പോലെ തന്നെ നല്ല രസമായിരുന്നു. പിന്നെ എടുത്ത് പറയേണ്ട അവരുടെ വൃത്തിയായിട്ട് അവരെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് നല്ല ക്ലീനാണ്, നല്ല നീറ്റായിട്ട് കൊണ്ട് നടക്കുന്നുണ്ട്. പിന്നെ മുകൾ ഭാഗത്തുള്ള വ്യൂ അടിപൊളിയായിരുന്നു. അതുപോലെ തന്നെ മ്യൂസിയത്തിൻ്റെ മുകൾ ഭാഗം, അതായത് സൈഡിൽ നിന്ന് മ്യൂസിയത്തിൻ്റെ മുകൾ ഭാഗം കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. അതേ കണ്ട് താഴത്ത് വന്നപ്പോൾ ഒരു കിണർ കണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചത് നോർമൽ കിണറായിരിക്കും എന്ന്, ആഴൊക്കെ ഉണ്ടാവുന്നു. ചെന്ന് നോക്കിയപ്പോൾ ആഴൊന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടാണ്. പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ പോന്നു. അവിടെ പോന്നിട്ട് ഇതിനുള്ളിൽ കൂടി ഒരു ഗുഹ പോലൊരു സംഭവം ഉണ്ട്. അപ്പോൾ അതിനുള്ളിൽ ഇങ്ങനെ കയറാൻ പോവാണ്. ഞാൻ കയറിയപ്പോൾ പെട്ടെന്ന് അവിടെ നിന്ന് ഓരോ സൗണ്ടൊക്കെ വന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായി. ഇനി നല്ല പേടിപ്പിക്കണം. നമ്മൾ നാട്ടിൽ നിന്നൊക്കെ പോകുമ്പോൾ കാണാൻ ഇങ്ങനെ ഓരോ ഹൊററിൻ്റെ ഇതൊക്കെ പേടിപ്പിക്കണമായിരിക്കുമോ എന്ന് വിചാരിച്ചു. ഞാൻ പേടിച്ച് അങ്ങോട്ട് പോയത്. പക്ഷേ അവിടെ ഇങ്ങനെ വവ്വാലുകൾ തൂക്കുക അങ്ങനത്തെ സൗണ്ടും കാര്യങ്ങളൊക്കെ ഉള്ളു. വലിയ പേടിക്കാനൊക്കത്തൊന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ ചെറിയ സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ ഇവിടെയൊക്കെ എത്തുമ്പോൾ നമ്മൾ കൂന്നിങ്ങനെ നടക്കണം കേട്ടോ. പിന്നെ അവിടെ നിന്ന് പോന്നു. പിന്നെ ഞങ്ങൾ പോയത് അതിൻ്റെ തൊട്ടടുത്ത് തന്നെയല്ലേ ഈ പായ്ക്കപ്പലിൻ്റെ അടുത്തേക്കാണ്. ഇത് മണലിൽ ഇടിച്ച് തകർന്ന ഒരു പായ്ക്കപ്പലിൻ്റെ രൂപത്തിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ അവിടെ എൻ്റർടൈൻ ചെയ്യാൻ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ കുറച്ച് നേരം കൂടി സ്പെൻഡ് ചെയ്ത് നിന്നിട്ട് ഇവിടുന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. പിന്നെ ദിമ്മൊക്കെ ഇങ്ങനെ കറക്കിയൊക്കെ നോക്കി. പിന്നെ ഇവിടെ ഇതുപോലെ കുറച്ച് എൻ്റർടൈൻ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ കുറച്ച് നേരം അങ്ങനെയൊക്കെ നടന്നു. പിന്നെ ഈ കാണുന്നത് ശരിക്കും മണലല്ല കേട്ടോ, അതിങ്ങനെ മണലിൻ്റെ രൂപത്തിൽ ഇങ്ങനെ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കി വെച്ചേക്കാണ്. കണ്ടപ്പോൾ കരുതിയത് ഇത് ഒറിജിനൽ മണൽ തന്നെ ആയിരിക്കും എന്നാണ്. കാരണം അങ്ങനെ തന്നെ തോന്നുന്നത്. കാണുമ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ നേരിട്ട് കാണുമ്പോൾ ഭയങ്കര ഒറിജിനൽ മണലിൻ്റെ പോലെ തന്നെ തോന്നിയത്. പിന്നെ അവിടെ ഇങ്ങനെ ചവിട്ടുമ്പോൾ മനസ്സിലാവും, അങ്ങനെ സോഫ്റ്റായിട്ട് ഇങ്ങനെ താന്ന് പോകുന്നുണ്ട്. മനസ്സിലായത് ഒറിജിനൽ അല്ല, ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയ മണലാണ്. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ മ്യൂസിയത്തിനുള്ളിൽ കാഴ്ചനായിട്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു.